പലതുള്ളി പെരുവെള്ളം അതൊരു പഴഞ്ചൊല്ല് മാത്രമല്ല, പ്രകൃതി നമുക്ക് തരുന്നൊരു പാഠം കൂടെയാണ്. ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു പാഠം കൂടെയാണ്. എനിക്ക് സംസാരിക്കാനുള്ളത് വീട്ടമ്മമാരോടാണ്. നിങ്ങൾ ഇനിയും അടുക്കള ജോലിയിൽ മാത്രം നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണോ, അതോ വിജയത്തിലേക്ക് വരാൻ തയ്യാറാവുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ഒരു വലിയൊരു അവസരമാണ്, LDC. സോ അതിനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, അതായത് എല്ലാവരും പഠിക്കുന്നത് പോലെ 5 മണിക്കൂർ, 13 മണിക്കൂർ, 15 മണിക്കൂർ, 10 മണിക്കൂർ, ഇതൊന്നും നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല. ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് വീട്ടമ്മയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയുമാണ്, അല്ലെ? സോ ഞാൻ ആദ്യം പറഞ്ഞ പഴഞ്ചൊല്ലിലേക്ക് വരികയാണ്, പല തുള്ളി പെരുവെള്ളം, അല്ലെ? ഓരോ തുള്ളിയും കൂടി ചേർന്നാണ് അത് ആ കുടം നിറഞ്ഞ് കവിയുന്നത്, അല്ലെ? അതുപോലെ തന്നെയാണ് ഒരു ദിവസത്തെ 30 മിനിറ്റ് എഫേർട്ട്, 1 മണിക്കൂറത്തെ എഫേർട്ട് എല്ലാം തന്നെയാണ് നമ്മളെ ലാസ്റ്റ് ആ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന സമയം 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ്, ആ കിട്ടുന്ന സമയം, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്ന സമയം അതിൽ മാത്രം നിങ്ങൾ പഠിക്കാൻ, ആ പഠിക്കുന്ന കാര്യം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ, കൃത്യമായിട്ടും അതിൻ്റെ ഒരു ആൻസർ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരുവിധ സംശയവും ഇല്ലാത്ത കാര്യമാണ്. ഇനി നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ശരിയാണ്, നിങ്ങൾക്ക് വേറെ ഒരു കാര്യത്തിലോട്ടും ടൈം എടുത്തിടാൻ സമയമില്ല, ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ പാട്ട് കേൾക്കുന്നുണ്ട്, ഇല്ലയോ? നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ റീൽസ് കാണുന്നുണ്ട്, ഷോർട്സ് കാണുന്നുണ്ട്, ഈ ഡേ ഇൻ മൈ ലൈഫ്, അല്ലെ? യൂട്യൂബിലൊക്കെ വരുന്ന ഡേ ഇൻ മൈ ലൈഫ്, ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇവരിതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്. ആ സ്ഥാനത്ത് നമ്മളെ ഒന്ന് കണ്ടു നോക്കൂ, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഡെയിലി ലൈഫ് കൊണ്ടുപോകുന്നത്. നിങ്ങളൊന്ന് ചാർട്ട് ചെയ്ത് നോക്കൂ, അതിനുശേഷം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ, ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ സമയമെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. ആദ്യമേ നമ്മൾ പറയുന്നുണ്ട് പഠിക്കണം എന്നുള്ള ചിന്ത വരുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നായിട്ട്, അതിനൊരു പടി മുന്നായിട്ട് നിൽക്കുന്നത് എന്താണ്? എനിക്ക് എവിടെയാണ് പഠിക്കാനുള്ള സമയം എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. എനിക്ക് കിട്ടുന്ന സമയം മതി, ആ കിട്ടുന്ന സമയം വെച്ച് ഞാൻ പഠിക്കും എന്നുള്ള ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരിക. അതാണ് നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തിയാക്കി എടുക്കുക, ആ ഒരു ചിന്തയിലേക്ക്, ആ ഒരു കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരിക, അല്ലെ? അതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 30 മിനിറ്റ് പഠിക്കുക. ആ 30 മിനിറ്റ് എന്ന് പറയുന്ന വളരെ എഫേർട്ട് കൊടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കുറേ പേര് ഈ പറയുന്ന പോലെ 15-5 മണിക്കൂറൊക്കെ ചെലവഴിച്ചിരുന്ന് പഠിക്കാൻ, പക്ഷെ നമ്മളെ കൊണ്ടതിന് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളൊരു കഴിവില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കതിനുള്ളൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ കാര്യം നോക്കി തീർക്കുക എന്ന് പറയുന്നത് അത് ഒരു സ്റ്റാർട്ടിങ്ങും ഇല്ല, ഒരു എൻഡിങ്ങും ഇല്ലാത്തൊരു കാര്യമാണ്, അല്ലേ? സോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന ടൈം എന്ത് ചെയ്യുക, നമ്മൾ ഈ കേൾക്കുന്ന ഈ നോട്ട്സ്, നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കുന്ന നോട്ട്സ് എന്ത് ചെയ്യുക, ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇത് തന്നെ വീണ്ടും കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ലെക്ചർ ടൈം എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം അത് കേൾക്കുക. ഈ കേൾവി എന്ന് പറയുന്നത്, ലിസണിങ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. സോ എത്രമാത്രം കേൾക്കുന്നോ അത്രമാത്രം നമ്മുടെ മൈൻഡ് റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിനായിട്ട് കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി റെക്കോർഡിങ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അത് റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലേ? നമ്മുടെ മനസ്സിലാണ് ആദ്യമായിട്ട് ഒരു ചിന്ത വരേണ്ടത്, എനിക്ക് ഇങ്ങനെ ആയാൽ പോരാ, എനിക്ക് സ്വന്തമായിട്ട് വരുമാനം വേണം. ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മൾ ഇനിയും ആരുടെയെങ്കിലും മുന്നേ പോയി കൈനീട്ടുക എന്ന് പറയുന്ന ഒരു സാധ്യമായിട്ടുള്ളൊരു കാര്യമാണോ? അല്ലെങ്കിൽ ഒരു നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. സ്വന്തമായിട്ട് വരുമാനം എന്ന് പറയുന്നത് അതിന് എത്ര രൂപയോ ആയിക്കൊള്ളട്ടെ, 1 രൂപയെങ്കിൽ 1 രൂപ, അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. അവിടെ നമ്മൾ പറയുന്ന ഒരു ഒപ്പീനിയൻ, അതിനും അതിൻ്റെതായിട്ടുള്ളൊരു വിലയുണ്ട്. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇനി മനസ്സറിഞ്ഞ് ഒന്ന് ഇരിക്കുക പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്ന കുറച്ച് ടിപ്സാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്, അല്ലേ? ആദ്യമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു നിശ്ചിതമായിട്ടുള്ള സമയം തിരഞ്ഞെടുക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ടൈം എത്രമാത്രം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ അത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു അതൊരു ഹാബിറ്റായിട്ട് നിങ്ങൾ കൊണ്ടുപോവുക. ഓക്കെ, സോ ഒരു 30 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ അത് രാവിലെ ഒരു 30 മിനിറ്റ്, അല്ലെങ്കിൽ രാത്രി ഒരു 30 മിനിറ്റ്, നിങ്ങൾക്ക് എപ്പോഴൊക്കെ കിട്ടുന്നു ആ ഒരു 30 മിനിറ്റ് എന്നുള്ളത് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കാൻ പാടില്ല, കൂട്ടിക്കൊണ്ടുപോവുക. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ആ ഒരു 30 മിനിറ്റ് കൃത്യമായിട്ട് പഠിച്ചു എന്ന് എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ 30 മിനിറ്റിനോടൊപ്പം ഒരു 10 മിനിറ്റ് റിവിഷൻ. കഴിഞ്ഞ
ദിവസം പഠിച്ചതിൻ്റെ 10 മിനിറ്റ് റിവിഷൻ. ഈ റിവിഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഏതൊരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്തും ജസ്റ്റ് ഒരു ലെക്ചർ നോട്ട് എന്ന രീതിയിൽ നിങ്ങളൊരു പേപ്പറും പെന്നും എടുത്ത് വെച്ച് മാത്രമേ ക്ലാസ് കാണാൻ ഇരിക്കാവൂ എന്നുള്ളതാണ്. എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പോയിന്റ്സ് എല്ലാം എഴുതി പോവുക. ഡിഫറെൻറ്റ് കളർ പെൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. സോ അത് കുറച്ചുകൂടി നമുക്ക് എന്താണ് നമ്മുടെ മൈൻഡിനെ കുറച്ചുകൂടി സന്തോഷപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്ക് കളർഫുൾ ആയിട്ടൊക്കെ കാണുന്ന സമയത്ത് കുറച്ചുകൂടി എന്താണ് മൈൻഡിനെ കുറച്ചുകൂടി സന്തോഷമാക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ യൂസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ക്ലാസ്സസ് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക, ഷോർട്ട് നോട്ട്സ് എഴുതിയിടുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു ഷേപ്പിനകത്തൊക്കെ ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട വർഷങ്ങൾ നമ്മൾ പഠിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ച് അതിനകത്ത് അങ്ങോട്ട് എഴുതിയിടുക. നമ്മൾ പേജ് എടുത്ത് മറിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്കലി ആ ഒരു കാര്യത്തിലായിരിക്കും ആദ്യം പോകുന്നത്. സോ എത്രത്തോളം നമ്മൾ ഓരോ ദിവസവും ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ന് 10 മിനിറ്റ് നമ്മൾ റിവിഷൻ കൊടുത്തതിന് ശേഷമാണ് 30 മിനിറ്റ് പഠിക്കുന്നതെങ്കിൽ നാളെയും എടുക്കുക. എന്ത് ചെയ്യുക, മുന്നത്തെ 2 ദിവസം പഠിച്ച കാര്യങ്ങളും അത് പഠിക്കണം, വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ആ 30 മിനിറ്റിന് മുന്നേ ഉള്ള റിവിഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിലൂടെ ഒന്ന് കണ്ണോട്ടിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പേജിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, ആ പേജിൽ എവിടെയാണ് ഞാൻ ഇതിനെപ്പറ്റി എഴുതിയിട്ടുള്ളത് എന്നെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാകും എന്നുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പാരഗ്രാഫാണ് തരുന്നതെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ പോയിന്റ് ആയിട്ട്, അതായത് മേജറായിട്ട് അതിനകത്തുള്ള പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തം രീതിയിലേക്ക് പഠിക്കുക എന്നുള്ളതാണ്. സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ടൈം വേണ്ടേ, ടൈം കുറച്ചിങ്ങനെ പഠിക്കാനായിരിക്കും പറഞ്ഞത്, അപ്പോൾ പിന്നെ വീണ്ടും നോട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ടൈം വേണ്ടേന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക കേട്ടോ, ജസ്റ്റ് ആ ഒരു പേര്, ഇപ്പോൾ എന്താണോ, ഇപ്പോൾ എന്തെങ്കിലും പഠിക്കാനുണ്ട്, ഇപ്പോൾ ഒരു വലിയൊരു പാരഗ്രാഫ് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണെന്ന് വെച്ചോളൂ, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുക. നാളെ അത് നോക്കുമ്പോൾ ഇത് ഇന്നതാണ് എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ടിപ്സുകളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക. പിന്നീട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് എക്സാമാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വലിയൊരു പേപ്പറിൽ ഞാൻ ഈ വർഷം ഇത് നേടിയെടുക്കും എന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അതുപോലെ തന്നെ എന്നും വിഷ്വലൈസ് ചെയ്യുക. എന്ത് വിഷ്വലൈസ് ചെയ്യണം, പഠിക്കുന്നതോ എക്സാം എഴുതുന്നതോ അതൊന്നുമല്ല വിഷ്വലൈസ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഏത് പോസ്റ്റാണോ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്ന ആ പോസ്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക അല്ലേ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളെ ആ വിജയത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതിന് 100% ഉറപ്പുള്ള കാര്യമാണ്. 100% ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നമ്മളെ ഏറ്റവും കൂടുതൽ പഠനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാര്യമാണ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. പല തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരും. ഞാനിപ്പം നമുക്കിപ്പം നമ്മുടെ ഒരു രീതിയിൽ നമുക്ക് ആദ്യം വരുന്ന ഡിസ്ട്രാക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മൊബൈലിലെ നോട്ടിഫിക്കേഷൻസ് ആണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും കാണുന്ന ഇതുപോലുള്ള കുറേ ഡിസ്ട്രാക്ഷൻസ്. ആദ്യം അതിനെയെല്ലാം അങ്ങ് മാറ്റി നിർത്തുക. അഥവാ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാലും ജസ്റ്റ് കേൾക്കുക, അതങ്ങ് കളയുക. നമ്മൾ ആ ഒരു വിജയത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറഞ്ഞവർ തന്നെ കൈയടിക്കാൻ കാണും അല്ലേ. നമ്മൾ വീണ്ടും താഴ്ന്നു പോകുമ്പോൾ നമ്മളെക്കുറിച്ച് പറയുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ ഏറ്റവും വിജയത്തിലേക്ക് വരുന്ന സമയത്തും നമ്മളെക്കുറിച്ച് പുകഴ്ത്തി പറയാനും നമ്മളെ ഏറ്റെടുക്കാനും ഉണ്ടാവുക. സോ അതൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും മാറ്റി നിർത്തി ഞാൻ നേടും, എനിക്ക് പഠിക്കണം, എനിക്ക് സ്വന്തമായ ഒരു വരുമാനം വേണം. നമുക്ക് വേണ്ടടാ സ്വന്തമായിട്ട് ഇനി ആരുടെയും മുന്നേ ചെന്ന ഈ പറയുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങാനോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, മനസ്സിലാഗ്രഹം കാണും, പക്ഷേ വാങ്ങാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഇല്ല. ആരുടെയെങ്കിലും മുന്നേ പോയി ചോദിക്കണം എന്നുള്ളൊരു കുറച്ചിൽ കാരണം നമ്മൾ പല ആഗ്രഹങ്ങളും ഇന്നും നിറവേറ്റാതെ വെച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങൾ എഴുതി വെക്കുക, എനിക്ക് ഇന്ന ആഗ്രഹങ്ങളാണുള്ളത്, എനിക്ക് ഇന്ന പോലെ ഒരു ബക്കറ്റ് ലിസ്റ്റ് അവിടെ ഉണ്ട്, ഞാനതിൽ എത്തുക തന്നെ ചെയ്യും. എല്ലാം ഈ ഒരു വർഷം എന്നുള്ളതല്ല, ഓരോ വർഷത്തിലെ ഓരോ രീതിയായിട്ട് നിങ്ങൾ എഴുതി വെച്ചിരുന്നാൽ മതി. സോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് എത്താം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് LDC എന്ന് പറയുന്നത് അല്ലേ. സോ എല്ലാവരും ആ ഒരു എക്സാമിനെ കണ്ടുകൊണ്ട് പഠിക്കാൻ നിൽക്കുക. സോ ഇപ്പോൾ നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ LDC ബാച്ച് 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന മോട്ടിവേഷൻ ആണെങ്കിൽ മോട്ടിവേഷൻ, മെൻറ്റർഷിപ്പ് ആണെങ്കിൽ മെൻറ്റർഷിപ്പ്, പ്രിൻറ്റഡ് നോട്ട്സ് ആണെങ്കിൽ നോട്ട്സ്, ഈ പറയുന്ന പോലെ എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം ആ രീതിയിലാണ് ഞങ്ങൾ തരാൻ തയ്യാറായിരിക്കുന്നത്. സോ അതിലേക്ക് വരിക എന്നുള്ളൊരു തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത്. സോ ഞാൻ നിങ്ങളോട് പറയുകയാണ്, തളർത്താൻ ഒരുപാട് പേര് കാണും, പക്ഷേ
കയറി വന്നു കഴിഞ്ഞാൽ അതുപോലെ ഈ തളർത്തിയവർ തന്നെയായിരിക്കും നിങ്ങളെ ഏറ്റെടുക്കുന്നത്. ഇന്ന് നിങ്ങളൊരു പേജ് പഠിച്ചാൽ നാളെ അത് നിങ്ങളുടെ ആത്മവിശ്വാസമാണ് എന്നുള്ളൊരു ടാഗ് ലൈൻ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അതാണ് സത്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടമ്മമാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. ആ സമയത്തിന്റെ വില അതറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സസ് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിൽ LDCയുടെ ബാച്ച് 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം നിങ്ങൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ നമുക്കിനി ബാച്ചിൽ കാണാം.